Hi friends, welcome back to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് വിഷ്വൽസ് കാര്യങ്ങളെല്ലാം കണ്ട് മടുത്തെന്ന് എനിക്കറിയാം. ചിലവർ കമൻ്റായിട്ടും ചിലവർ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസൊക്കെ ആയിട്ടും എന്നെ അറിയിക്കുന്നുണ്ട് വീഡിയോസ് ബോറിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ 10 പേർക്കെങ്കിൽ 10 പേർക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതായത് വീഡിയോസ് എടുക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ബേസിക് സ്റ്റഫൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരു 100 കണക്കിന് സെയിം സാധനങ്ങൾ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലും ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഞാനിവിടുന്നതിൽ അർത്ഥമില്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളും പിന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് എല്ലാം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊരു ടോപ്പിക്കൊന്നുമില്ല. ഇനിയിപ്പം അടുത്ത ആഴ്ചകളിലൊക്കെ വരുന്ന വീഡിയോസ് കുറച്ചും കൂടെയൊക്കെ നമുക്ക് പുറത്തിറങ്ങി ഇതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം പുറത്തിറങ്ങി നടക്കുന്ന പോലെ തന്നെ ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലൈമറ്റ് അത്രയൊരു നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നു. ഇടയ്ക്ക് ഭയങ്കര മഴ, മീൻസ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നനഞ്ഞ് കുതിർന്ന് നമ്മൾ വീഡിയോ എടുക്കേണ്ടി വരും. അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 5 മിനിറ്റ് അടുത്തേ ഉള്ളായിരുന്നു. ഒരു സ്നോഫോൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഹെയിൽ സ്റ്റോൺ എന്ന് പറയാറുണ്ട്. ഞാൻ അതിൻ്റെ അന്ന് റെക്കോർഡ് ചെയ്തൊരു ബിറ്റ് ഞാനിതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ക്ലൈമറ്റ് മാറിയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് സത്യം പറഞ്ഞ് ഞാൻ വീടിനകത്ത് തന്നെയാണ് വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങിയുള്ള വിഷ്വൽസും കാര്യങ്ങളും മീൻസ് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഒരു 2-3 വീഡിയോസും കൂടെ ഉണ്ട് ഇങ്ങനെ സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളാകുന്ന, അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വരുന്ന പിള്ളേർക്ക് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പം വലുതായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചെയ്യേണ്ടത് എങ്ങനെയാണ്, മീൻസ് ഓരോ പ്രാവശ്യം ഓരോരോ ചേഞ്ചസ് ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ. എൻ്റെ ഫേസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. കാരണം വെട്ടം എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ തിരിഞ്ഞ് നിന്നാലേ വെട്ടമുള്ളൂ. അതുകൊണ്ട് വെട്ടം എത്രത്തോളം ഉണ്ടെന്ന് ഒരു പിടിയില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഡിസർട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് ചെയ്തു തുടങ്ങണം. നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു കേസായതുകൊണ്ട് ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ താമസിച്ച സ്ഥലത്തു നിന്ന് ഞാൻ ഫെൽത്താം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ഇനിയിപ്പം പഴയ ജോലിയും അവിടുത്തെ നേരത്തെ താമസിച്ച അടുത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് അത് ഞാൻ വിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ ലോക്കൽ പുതിയൊരു ജോലി കണ്ടെത്തണം. ഇനിയിപ്പോൾ അതിൻ്റെ ശ്രമങ്ങളൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആവും. ഡിസർട്ടേഷൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് 20 hours തന്നെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയൊന്ന് ശരിയാക്കി എടുക്കണം. ഇപ്പോൾ നടന്ന് വേറൊരു പോയിൻ്റായി. ഇതാണ് പുതിയൊരു ലൊക്കേഷൻ. സ്കൂള് വിട്ടിട്ട് പിള്ളേരൊക്കെ വരുന്ന ടൈമാണ്. നിങ്ങൾ കണ്ടോ, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെട്ടമെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതുകൊണ്ട് എത്രത്തോളം നിങ്ങളെ കാഴ്ചകളൊക്കെ ഇനി കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു സമ്മർ ആയാൽ മാത്രമേ കാര്യമായിട്ടുള്ള വിഷ്വൽസും ഇതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം കുഴപ്പമില്ല, കുറച്ചും കൂടെ കാമാൻകോയിട്ടുള്ളൊരു ഏരിയ ആണ്. നേരത്തെ പോലെ ഭയങ്കര എന്താ പറയണ്ട, റോഡ് സൈഡും വണ്ടിയുടെ ബഹളവും അങ്ങനെയുള്ള വലിയ ശല്യങ്ങളില്ല. എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ ബോറടിക്കാത്ത രീതിയിലുള്ള വീഡിയോസൊക്കെ ഇനി അടുത്ത ആഴ്ച തൊട്ട് നമുക്കിനിയും ചെയ്യാം.
അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത ആഴ്ച നമുക്ക് പുറത്തിറങ്ങിയൊക്കെയുള്ള ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.